ദിവ്യ എഴുന്നേറ്റേ. മതി കരഞ്ഞത്. താഴെ പോയി വന്ന് വല്ലതെടുത്ത് കഴിക്കാൻ നോക്ക്. വേണ്ട. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കാം, നീ എന്നോട് വരുന്നോ വീട്ടിലോട്ട്? അതിങ്ങോട്ടും ഇല്ലടി. ഇതെന്റെ അനുപേട്ടന്റെ വീട്. അദ്ദേഹത്തിന് ഞാനും കൂടി ഇവിടെ താമസിക്കുന്ന ഇഷ്ടം. അതുകൊണ്ടാണല്ലോ നിന്നെയും കൊച്ചിനെയൊക്കെ മറന്നിട്ട് അയാൾ ഇങ്ങനെ ചെയ്തത്. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പോ മരണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, നീ ഒന്ന് മൂവ് ഓൺ ചെയ്യ്. ജോലിക്കൊക്കെ പോവാൻ നോക്ക്. നിന്റെ അമ്മായിമ്മയ്ക്കാണെങ്കിൽ നീയും കൊച്ചു ഇവിടെ നിൽക്കണ പോലും ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കുമെന്നാ നീ പറയുന്നേ? അതിനുള്ള കരുത്തൊക്കെ എനിക്ക് ദൈവം തരും. ഞാൻ ഇറങ്ങട്ടെ. നീ ഓക്കെ ആയിട്ടിരിക്കണം. കുഞ്ഞിന്റെ കാര്യം കൂടെ നോക്കാനുള്ളതാ. അമ്മയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ വേണ്ടേ, എനിക്ക് നിന്റെ കൈ കൊണ്ട് വല്ലതും കഴിക്കാൻ എനിക്ക് പേടിയാണ്. എന്റെ മോനെ കൊന്ന പോലെ നീ എന്നെയും കൊല്ലൂലെന്ന് ആരറിഞ്ഞു? അവനെ കൊന്ന് തിന്നിട്ട് നിനക്ക് മതിയായില്ലേടി? അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് അമ്മയുടെ മോന്, എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവ്, എന്റെ കൊച്ചിന്റെ അച്ഛന്. അച്ഛനാ? ആരുടെ അച്ഛനാടി? ആ കുഞ്ഞ് എന്റെ മോന്റെ കുഞ്ഞല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ വഴിവിട്ട ബന്ധം അറിഞ്ഞിട്ടാടി എന്റെ മോരുപിടി കയറിൽ ജീവൻ ഒടുക്കേണ്ടി വന്നത്. അമ്മ, എന്തെങ്കിലും ചായ എന്റെ മോന്റെ ഉണ്ടാടി ആ കുഞ്ഞിന്. മരിച്ചാളി സൗര്യം കൊടുക്കൂടി എന്റെ മോന്. ഇനി പഴയതുപോലെ നിനക്ക് നിന്റെ ഇഷ്ടത്തിലൂടെ ജീവിക്കാന്നൊന്നും നീ കരുതണ്ട കേട്ടോ. എന്തിനാണ് വേണ്ട ഒറ്റക്കൊക്കെ ഇട്ട് പോയത്? ഞങ്ങളെ കൂടെ കൊണ്ടുപോകാറുന്നില്ലേ? എടാ, ഇത് മറ്റേ അനുപേട്ടന്റെ വൈഫല്ലേ? എടുത്തൊരുങ്ങി എവിടെ പോണെന്ത്? ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂ? ഒരു കൂട്ടൊക്കെ വേണ്ടേ? അത് തേടി ഇറങ്ങിയതാവും. നമ്മളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. ഹലോ ഹലോ, അനൂപിന്റെ വൈഫല്ലേ? അതെ, ആരാ? അതെ, ഞാൻ അനൂപിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. പേര് അമൽ. അമൽ, അനുപേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പറയൂ. അത് ഇങ്ങനത്തെ അവസ്ഥയിൽ ചോദിക്കാൻ പാടണമെന്ന് അറിയത്തില്ല. അനൂപ് ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് എന്റെ കുറച്ച് എമൗണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, എത്രയാ വാങ്ങിയ? അത് എല്ലാം കൂടി ഒരു അറൌണ്ട് 3 lakh വരും. 3 ലക്ഷോ? അയ്യോ, ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എനിക്കൊരു 6 മാസത്തെ സാവകാശം തരുമോ? ഓ, അതൊന്നും സാരമില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ദിവ്യ മറക്കാതിരിക്കാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കാം. ഓക്കെ, ശരി. ദൈവമേ, ഈ അനുപേട്ടൻ എവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ച് കൂട്ടിയേക്കണം. മോളെ, മോളെ. ഓ, അന്നോ ഉദ്യോഗസ്ഥ? അമ്മ, മോളെവിടെ? ആ കൊച്ചോടെ വിശക്കണം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ടായിരുന്നു. എന്നിട്ട് അമ്മ ഭക്ഷണം കൊടുത്തില്ലേ? ഞാൻ എന്തിനു ഭക്ഷണം കൊടുക്കണം? നീ ഇങ്ങനെ നിരങ്ങാൻ പോയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ നിനക്ക് കൊടുത്തൂടെ? അമ്മ, ഞാൻ ഓഫീസിൽ പോയതല്ലേ, ഞങ്ങൾക്കും കൂടെ ജീവിക്കണ്ടേ? ജീവിക്കുന്നു. എന്റെ മോന്റെ ജീവിതം എടുത്തിട്ട് അവിടെ ജീവിക്കുന്നു. എടി, കൊച്ചാരുടേന്ന് പോലും അറിയത്തില്ല. എന്നിട്ടും നിന്നെയും കൊച്ചിനെയും ഈ വീട്ടിൽ നിർത്തി ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മനുഷ്യത്തോണെന്ന് നീ കൂട്ടിക്കൊടുക്കും. രാത്രിയിൽ നിന്റെ വിരലുകാലെന്നുള്ളം തലോടും നേരം, നിദ്രയിൽ മുങ്ങി ഞാൻ എൻ്റെ ചുമരിൽ നിന്റെ നിഴൽ, ഏകാന്തമയാനീ വഴിയെ നീങ്ങുമ്പോൾ നിന്റെ കാതിൽ മെല്ലെ പഞ്ചിരിയടങ്ങും മൗനമായി. കണ്ണാടിയിൽ ഞാൻ എൻ്റെ തന്നെ മുന്നിൽ. മെമ്പർ വരൂ. അല്ല, മോള് എങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങുവാണോ? ഇല്ല, മെമ്പർ ഇരിക്കേ.
അനൂപ് മരിച്ച് 41 എനിക്ക് വരാൻ കഴിഞ്ഞില്ല. ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ച്. ആ അമ്മ എവിടെ പോയി? അമ്മ പുറത്തു പോയിരിക്കുക. മോളെ, ഇപ്പൊ മോളുടെ അവസ്ഥയൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്താവശ്യം ഉണ്ടെങ്കിലും ഈ മെമ്പറോട് പറയാൻ മടിക്കല്ലേ. അതേ മോളെ, അനൂപ് മരിക്കുന്നതിന് മുമ്പ് 1 ലക്ഷം രൂപ എൻ്റെ നിന്ന് കടം വാങ്ങിച്ചിരുന്നു. അയ്യോ മെമ്പറെ, അല്ല, അതിപ്പോ പെട്ടെന്ന് തരണമെന്നല്ല പറഞ്ഞത്. ഒരു 2 മാസം കൊണ്ട് തന്നു തീർത്താൽ മതി. നിങ്ങളെ പോലുള്ളവർ സഹായിച്ചില്ലെങ്കിൽ പിന്നെ മെമ്പർ എന്നും പറഞ്ഞിട്ട് എന്താ കാര്യം? മെമ്പറോ? എന്താ ഈ വഴിക്ക് പതിവില്ലാതെ? അതെന്താ ഗിരീശി അങ്ങനെ ഒരു സംസാരം? അനൂപിന്റെ പാർട്ടിയിലെ ശക്തനായ ഒരു അംഗമായിരുന്നില്ലേ? അവയില്ലേലും ഈ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട ചുമതല എനിക്കും എന്റെ പാർട്ടിക്കും ഉണ്ട്. മോളെ, മെമ്പർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? ഒന്നും വേണ്ട, ഞാൻ ഇറങ്ങുക. ശരി അപ്പൊ. ഇതേതാടി ഈ സാരി? പുതിയതാണല്ലോ. ഇത് അനുപേട്ടൻ കഴിഞ്ഞ ജന്മദിനത്തിന് എനിക്ക് വാങ്ങിത്തന്നത്. ഞാൻ ഉടുത്തിട്ടില്ല. ഇപ്പോ കണ്ടപ്പോ ഒന്ന് ഉടുത്തോണ്ട് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. നീ ഒരു വിധവയാണെന്നുള്ള കാര്യം ഓർമ്മയുണ്ടോ നിനക്ക്? നീ ഇങ്ങനെ കളർ സാരി എടുത്ത് ഒരുങ്ങി നടന്നാലേ നാട്ടുകാരെന്തോന്ന് പറയൂടി? അമ്മ, മറ്റുള്ളവർ പറയുമ്പോഴ എന്റെ അനുപേട്ടൻ മരിച്ചെന്നും ഞാനൊരു വിധവയാണെന്നും എനിക്ക് തോന്നണം. ഓ, അതാണ് ഒരു വിധവയാണെന്നുള്ള കാര്യം പോലും ഓർക്കാതെ ആ മെമ്പറെ പിടിച്ച് ആരുമില്ലാത്ത വീട്ടിനകത്ത് കയറ്റിയിരിക്കുന്നത്. ഒരു പാർട്ടിക്കാരൻ കൂടെ ഉള്ളപ്പോ നിനക്ക് എല്ലാ കാര്യത്തിന്റെ ഒരു ബലമാവുമല്ലോ. എന്ത് ചെയ്യാലോ അല്ലേ? അമ്മ മതി, നിർത്ത്. ദേ, ഈ സാരി ഒരു മടക്കി എന്റെ അലമാരിക്കകത്ത് വെക്ക്. നീ അതൊന്നും എടുക്കണ്ട. ഹലോ, സുമയാ? ആ പറയടി. ചടങ്ങൊക്കെ കഴിഞ്ഞല്ലേ? എനിക്കാണേലും ഒന്നങ്ങോട്ട് വരാനും പറ്റിയില്ല. അല്ല, എന്തായി അവളുടെ കാര്യം? ഓ, എന്തോന്നാവേ, കടിച്ചു തൂന്നി നിൽക്കുകയല്ലേ ഇവിടെ തന്നെ. തന്തയും തള്ളയും ചത്തതല്ലേ, പിന്നെ വേറെ എവിടെ പോവാനാ? അത് ശരി. എന്നിട്ട് നീ അവളെയും കൊച്ചിനെയും പിടിച്ചു നിന്റെ വീട്ടിൽ നിർത്തിയോ? അവസാനം ഇത് നിനക്ക് ചീത്തപ്പേരാകുവേ. അവളാണെ ചെറുപ്പക്കാരി, പോരാത്തതിന് ഒരു കൊച്ചു. വല്ലതും പറ്റിപ്പോയ എല്ലാം നിന്റെ തലയിലാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞാൻ അടിച്ചു കളയും രണ്ടിനെ. എന്നാലും എന്റെ മോന് ശാന്തി കിട്ടുള്ളൂ. ആ, ഞാൻ പിന്നെ വിളിക്കാൻ നിന്നെ. വൃത്തിയോട് താനി കാണിക്കുന്നേ. വൃത്തിയാടോ? ഡേ, നിനക്കൊരാണിന്റെ ചൂടാണോന്ന് എനിക്കറിയാം. നീ വിഷമിക്കുന്ന വേണ്ട. നിന്നെ മോളെ ഞാൻ നോക്കിയോളാം, രഹസ്യമായിട്ട്. ആരും അറിയില്ല. ഇനി ഒരക്ഷരം വേണ്ടിയാ കുത്തി മാറി കളഞ്ഞേ. വെളിയില്. ഓ, അവള് വലിയ ശീലാവതി. എടി, നിന്റെ അവിഹിതം അറിഞ്ഞിട്ടല്ലേ അവൻ കയറി തൂങ്ങിയത്? ഇറങ്ങിപ്പോടാ പട്ടി. വെളിയില്. എന്താ എന്താ ഇവിടെ? എന്ത് പറ്റി? അമ്മേ, ഒന്നുമില്ല ചേച്ചി, ഞാൻ ഇവളുടെ ഭാവി പരിപാടിയെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞു ഇവർക്ക് ആശ്രയം വേണം, അഭയം വേണം. ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാന്ന്. അത് പിടിച്ച്. ഇതിനാണോ നീ ഈ കത്തിയെടുത്ത് ഇയാളെ കുത്താൻ പോകുന്നത്? നിനക്കൊരു ജീവിതം തരാന്ന്, കുഞ്ഞിനെ നോക്കിക്കോളോന്ന് ഇയാള് പറഞ്ഞില്ലേ? പിന്നെ നിനക്കെന്താ? അമ്മയ്ക്ക് അല്ലെങ്കിൽ ഞാനും എന്റെ മോള് ഇവിടുന്ന് പോണം, അത്രയല്ലേ ഉള്ളൂ. അതിനു വേണ്ടി നിങ്ങൾ എന്ത് വൃത്തിയോടെ കാണിക്കാനും മടിക്കില്ല. എനിക്കറിയാം. കഷ്ടം. പ്രശ്നമാവോ ചേച്ചി? എന്ത് പ്രശ്നം? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, എന്താടി? എന്താ നിന്റെ ഉദ്ദേശം? ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോയാ പിന്നെ തിരിച്ചു കയറാമെന്ന് നീ കരുതുകയേ വേണ്ട. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ഈ സമൂഹം ജീവിക്കാൻ സമ്മതിക്കില്ല. അതിനെ ഈ സമൂഹം കാണുന്ന വേറെ അർത്ഥത്തിലായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ അനുപേടിനെ പോലെ ഞാൻ ജീവൻ എടുക്കാനൊന്നും പോകുന്നില്ല. ഞാൻ ജീവിക്കും നല്ല അന്തസ്സായിട്ട് തന്നെ, എന്റെ മോൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഈ ലോകത്തിൽ എന്റെ മോള് മാത്രമേ ഉള്ളൂ. ഇതൊരു ഒളിച്ചോട്ടമൊന്നുമല്ല, ഒരു പെണ്ണിന്റെ നിസ്സഹായ അവസ്ഥയാണ്. ഞാൻ എന്റെ മോളെ കൊണ്ട് ഇവിടുന്ന് പോവാ. അതുകൊണ്ട് അവള് ബാഗ് കേട്ട് പോകും. ഏവന്റെ കൂടെ പോവാനാണോ എന്തോ? എന്താണ് നിനക്കൊക്കെ അറിയണ്ടേ? ഞാൻ ജോലിക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ ജോലിക്ക് പോയാലേ എനിക്കും എന്റെ മോക്ക് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നീയൊക്കെ ഒരു കാര്യം ചെയ്യും, മാസം 30,000 രൂപ എന്റെ വീട്ടിൽ കൊണ്ടുത്താ.
ഞാൻ ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാം. എന്താ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ഞാൻ ഇഷ്ടമുള്ളപ്പോ പോവും വരും. നിനക്കൊക്കെ പറഞ്ഞു ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ ഉണ്ടാക്ക്. മോളെ.